നീണ്ട 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നിലമ്പൂർ മണ്ഡലം വീണ്ടും UDFന്റെ കൈകളിൽ. നിലമ്പൂരിന്റെ സുൽത്താനായി ആര്യാടൻ ഷൗക്കത്ത് നിയമസഭയിലേക്ക്. മാസങ്ങൾ മാത്രം ബാക്കിയുള്ള 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഫൈനൽ വിസിലാണ് മുന്നണികൾക്ക് ഈ തിരഞ്ഞെടുപ്പ് ഫലം. അതുകൊണ്ട് തന്നെ LDF UDF മുന്നണികൾക്ക് രാഷ്ട്രീയ പോരാട്ടമായിരുന്നു ഈ തിരഞ്ഞെടുപ്പ്. നിലമ്പൂരിലെ വിജയം UDFന്റെ ആത്മവിശ്വാസം വീണ്ടും വർദ്ധിപ്പിച്ചു. എന്നാൽ LDFന് ഈ തോൽവിയും ഒരു പുനർവിചിന്തനമാണ്. പിണറായിസത്തിനെതിരെ പോരാടി LDF വിട്ട PV അൻവർ വിജയ ഫാക്ടറായോ? ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചോ? ലക്ഷത്തി 32,384 വോട്ടർമാരുള്ള നിലമ്പൂർ മണ്ഡലത്തിൽ പോൾ ചെയ്യപ്പെട്ടത് 75% വോട്ടുകളാണ്. ഇതിൽ ആര്യാടൻ ഷൗക്കത്ത് 77,737 വോട്ടുകളും, M സ്വരാജ് 66,660 വോട്ടുകളും, PV അൻവർ 19,760 വോട്ടുകളും, മോഹൻ ജോർജ് 8,648 വോട്ടുകളും നേടി. 2021 LDF പിന്തുണയോടെ മത്സരിച്ച അൻവർ 2,700 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച നിലമ്പൂർ മണ്ഡലം ഇത്തവണ ആര്യാടൻ ഷൗക്കത്ത് 11,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. നിലമ്പൂർ നഗരസഭയിലും ബാക്കി 6 പഞ്ചായത്തുകളിലും ഷൗക്കത്തിന്റെ മുന്നേറ്റമാണ് ഉണ്ടായത്. സ്വരാജിന് കരുളായി പഞ്ചായത്തിൽ മാത്രമാണ് UDF തേരോട്ടത്തെ തടയാൻ സാധിച്ചത്, അതും വെറും 118 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. സ്വരാജിന്റെ ജന്മനാടായ പോത്തുകല്ലിൽ UDF നേടിയത് 307 വോട്ടിന്റെ ലീഡ്. താൻ പിടിച്ചത് പിണറായിക്കെതിരെയുള്ള വോട്ടാണെന്നും UDFന്റെ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തിയിട്ടില്ലെന്നും PV അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു. പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കഴിഞ്ഞ 5 വർഷത്തിനിടെ നടന്നത് 5 ഉപതെരഞ്ഞെടുപ്പുകൾ. തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട്, ചേലക്കര, നിലമ്പൂർ. ഇതിൽ ചേലക്കരയിലല്ലാതെ ബാക്കി എല്ലായിടത്തും LDF പരാജയപ്പെട്ടു. ഇടതുപക്ഷത്തിന് നിലമ്പൂരിൽ ലഭിച്ച 66,660 വോട്ട് തുടർഭരണം സാധ്യമാകുന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തിന്റെ സൂചനയാണെന്നും അൻവറിന്റെ വോട്ടും ചേർത്താണ് LDF മുൻപ് നിലമ്പൂരിൽ വിജയം നേടിയിട്ടുള്ളതെന്നും ആ വോട്ടിന്റെ കുറവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്നും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പിന്നെ സ്വതന്ത്രന്റെ വോട്ട് കൂടി ചേർത്തുകൊണ്ടാണ് ജയിച്ചത്. രണ്ട് ലെവലും അൻവറിന് ലഭിക്കുന്ന വോട്ട് കൂടി ചേർത്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ സാധിച്ചത്. ഇപ്പോഴും സ്വാഭാവികമായിട്ടും ആ വോട്ടിന്റെ കുറവ് ഉണ്ടായിട്ടുണ്ട്. ആ വോട്ടിന്റെ കുറവ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് സത്യമാണ്. തുടർച്ചയായി UDFന്റെ ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങൾ പാർട്ടി അണികൾക്ക് ആത്മവിശ്വാസം പകരുന്നു. നിലമ്പൂരിലെ വിജയം ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിന്റെയും ഭരണവിരുദ്ധ വികാരത്തിന്റെയും പ്രതിഫലനമാണെന്നാണ് UDF വിലയിരുത്തൽ. മുതിർന്ന നേതാക്കളടക്കം വീട് കയറിയിറങ്ങി പണിയെടുത്തു നേടിയതാണ് തങ്ങളുടെ വിജയമെന്നും ഇത് ടീം UDFന്റെ നേട്ടമാണെന്നും VD സതീശൻ പറഞ്ഞു. നിങ്ങൾ ഇനി ടീം UDF എന്ന് ഞങ്ങളെ വിളിക്കാൻ പാടുള്ളൂ. കാരണം വിവിധ പാർട്ടികൾ ഒരുമിച്ച് ചേരുന്നത് മുന്നണി ഉണ്ടാക്കുന്നു. പക്ഷെ വിവിധ പാർട്ടികൾ ഒരുമിച്ച് ചേർന്ന് ഒരു പാർട്ടിയെ പോലെ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മുന്നണിയാണ് ഇപ്പോഴത്തെ UDF. അത്ര ആത്മാർത്ഥതയും പ്രവർത്തകരും നേതാക്കളും തമ്മിലുള്ള ഹൃദയബന്ധമാണ് ഈ വിജയത്തിന്റെ ഇത്. അത് ടീം UDFന് അവകാശപ്പെട്ടതാണ്. ഇനി വരാനിരിക്കുന്നത് 2 പൊതു തിരഞ്ഞെടുപ്പുകളാണ്. നിലമ്പൂരിലെ ജനവിധി LDFന്റെ തിരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയിൽ മാറ്റം വരുത്തുമോ? ഉപതിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും UDFന് ലഭിച്ച ഊർജ്ജം 2026 തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ? അൻവറിന് മുന്നിൽ UDF വാതിൽ തുറക്കുമോ?